അപ്പോൾ ഷർട്ടിൻ്റെ കോളർ കട്ട് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് കോളറിൻ്റെ ഫുൾ റൗണ്ട് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 15 ഇഞ്ചിൻ്റെ പകുതി ഞാൻ ഈ ഷീറ്റ് ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ആ 15 ഇഞ്ചിൻ്റെ പകുതി ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ 15ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7.5 വരുന്നത്. ആ 7.5 ഇത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നേരെ അങ്ങ് അടയാളപ്പെടുത്തണം. അതൊരു ലൈനായിട്ടങ്ങ് വരയ്ക്കുവാണ്. ഇതൊരു 7-8 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോമിൻ്റെ കോളറാണ്. അപ്പോൾ ഇതിന് മുകളിലേക്കുള്ള പൊക്കം എന്ന് പറയുന്നത് മൊത്തത്തിൽ 3 ഇഞ്ച് എടുക്കുവാണ്. ഇവിടുന്ന് മുകളിലേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ട് 7.5 ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഈ പോയിൻ്റുകൾ തമ്മിൽ ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു. അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്താം. ആ 1.25 തന്നെ ഇപ്പുറത്തും അടയാളപ്പെടുത്തുകയാണ്. ഈ പോയിൻറ്റും ഒന്ന് ജോയിൻ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാം. ഇവിടെ ആ 1 ഇഞ്ച്, താഴെ ഈ 1 ഇഞ്ച്, ഈ 3 പോയിൻറ്റും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച്, ഇവിടുന്ന് മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ഇതിൻ്റെ മൊത്തം അകലത്തിൻ്റെ പകുതി കാണണം. ഇവിടെ ഇപ്പം 6.5 വരേണ്ടത്, ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ 6.5 അതൊന്ന് 2ആയിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കാണാം, അവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് പതിയെ മുകളിലേക്ക് ഈ വരയിലേക്ക് ഒന്ന് ജോയിൻ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. അതിനുശേഷം ഇവിടുന്ന് താഴേക്ക് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടുന്നല്ല, ഇവിടുന്ന് താഴേക്ക് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടുന്ന് ഇപ്പുറത്തോട്ടും 1/4 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി ഈ പോയിൻറ്റും കൂടെ ജോയിൻ്റ് ചെയ്യാം. ഇവിടുന്ന് മുകളിലേക്കും 1/4 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനുശേഷം ഈ പോയിൻറ്റും കൂടെ ജോയിൻ്റ് ചെയ്യാം. ഇനി ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മൊത്തം അകലമില്ലേ, ആ അകലത്തിൻ്റെ ഏകദേശം ഒരു 1/3 ഭാഗം, ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്താം. ഇത് ഇവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം ഈ ഒരു പോയിൻറ്റും ഈ മുകളിലേക്ക് വരച്ച ഇവിടുന്ന് മുകളിലേക്ക് എടുത്ത 1/4 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1/4 ഇഞ്ചും ഈ പോയിൻറ്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളറിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് വേണമെങ്കിൽ ഇച്ചിരി കൂടി മുകളിലോട്ട്
ഇഷ്ടപ്പെട്ടൊക്കെ ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക, തയ്ക്കുമ്പോൾ ഉപകാരപ്പെടും. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. ഇതിന് തുണിയിൽ വെച്ച് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം കോളറിൽ ഫിറ്റ് ചെയ്യാം.